അപ്പോൾ തന്നെ മിസ് എന്താണ് കൺകോർഡൻ്റ് വാല്യൂ? ഞാൻ പറഞ്ഞു ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു വാല്യൂ. 9 കാലമായപ്പോൾ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോഴേക്കും എല്ലാവരും ലാബിൻ്റെ വാതിക്ക് കോട്ടും ഇട്ടണ്ട് ഇങ്ങനെ നിൽക്കണം. എഴുതിയ കാര്യം തന്നെ എഴുതിയിട്ട് അത് വെട്ടിട്ട് അങ്ങനെ ആ പേപ്പർ ഫുള്ള് കുളക്കി. 15-ൽ 3 എനിക്ക് ടൈട്രേഷന്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം കെമിസ്ട്രീൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ആൻഡ് പ്ലസ് മൈ എക്സ്പീരിയൻസ്. ബട്ട് ബിഫോർ ദാറ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് എൻ്റെ മോഡൽ എക്സാമിനെ പറ്റി. ക്രിസ്മസ് എക്സാമിൻ്റെ റീ ഓപ്പണിങ്ങിന് ശേഷമാണ് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എനിക്ക് ആ 2 ആഴ്ച പോകാൻ പറ്റിയില്ല എന്നാണ്. ഞാൻ റാഷസ് വന്നിട്ട് സഫർ ചെയ്യുന്ന ടൈമായിരുന്നു ആ 2 വീക്സ്. അന്ന് എനിക്ക് രാത്രി ഉറങ്ങാനേ പറ്റത്തില്ല. രാത്രിയാകുമ്പോൾ മാത്രം തന്നെ റാഷസ് വരും. അതിരി ചൊറിയാമ്പുഴുവൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടാവണ സംഭവമില്ല, അതാണ്. എന്നിട്ട് ഞാൻ എണ്ണയും തേച്ച് കിടക്കും. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയെങ്കിലും അവരും ഒരു എണ്ണ, ഞാൻ ഹോമിയോയിലാണ് കാണിച്ചത്, അവരും ഒരു എണ്ണ തന്ന്. അങ്ങനെ ഞാൻ സഫർ ചെയ്യണം ഒരാഴ്ച കറക്റ്റ്. നെക്സ്റ്റ് വീക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മോഡൽ എക്സാം ആണെന്ന് അറിയണം. ഞാൻ ഈ പ്രീവിയസ് ഇയറിൻ്റെ ഒന്നും പ്രാക്ടിക്കൽ എക്സാമിന് നോക്കാണ്ടാണ് പോയത്. ഞാൻ വിചാരിച്ചിരിക്കുന്ന സോൾട്ട് അനാലിസിസ് മാത്രം വരും, അല്ലെങ്കിൽ ടൈട്രേഷൻ വരും, മിസ് അവിടെ ഈക്വലൻ്റ് മാസ് ബൈ ഹാർട്ട് പഠിക്കണമെന്ന്, അല്ലെങ്കിൽ എല്ലാം അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും, നമ്മളതിട്ട് ചെയ്താൽ മതി എന്ന് മാത്രം വിചാരിച്ച് പോയതാണ്. ഞങ്ങൾക്ക് മോഡൽ പ്രാക്ടിക്കൽ ഫസ്റ്റ് കെമിസ്ട്രി ആണെന്നുകൊണ്ട് ഭയങ്കര ടെൻഷനും ഭയങ്കര ആൻസൈറ്റിയും, അയ്യോ ഇതെങ്ങനെ വിചാരിക്കും, ആ സംഭവമായിരുന്നു. അപ്പോൾ ടൈട്രേഷൻ ഞാൻ മര്യാദക്ക് പഠിക്കാണ്ടാണ് പോയത്. ആൻഡ് ഇന്ത്യയിൽ ഇപ്പോൾ ആ പേപ്പർ ഉണ്ട്. 15-ൽ 3 എനിക്ക് ടൈട്രേഷന്. സോൾട്ട് അനാലിസിസ് ചെയ്തതിൽ ഭയങ്കര വൃത്തികേടായിട്ട് എഴുതുകയും എന്നാണ് ഒരു മെനയിലാണ്ട് എഴുതി. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ്, ഒരു മെനയിലാണ്ട് എഴുതിയ കാര്യം തന്നെ എഴുതിയിട്ട് അത് വെട്ടിട്ട് അങ്ങനെ ആ പേപ്പർ ഫുള്ള് കുളക്കി. എനിക്ക് നല്ല ഉറപ്പായിരുന്നു നല്ല മാർക്ക് കുറവായിരിക്കും. ആൻഡ് നമ്മൾ വിട്ട് കൊടുക്കരുത്. ആൻഡ് ഞാനത് വീണ്ടും എവിടെയൊക്കെ മിസ്റ്റേക്ക് വന്ന് എവിടെയൊക്കെ മാർക്ക് പോയെന്ന് കണ്ടുപിടിച്ച് അതൊക്കെ കവർ ചെയ്തിങ്ങനെ പോവാണ്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മെയിൻ പബ്ലിക് പ്രാക്ടിക്കൽ എക്സാം. ഇന്ന് ഞാൻ ചെന്നത് തന്നെ ഭയങ്കര വൈകിയാണ്. മാത്സ് എക്സാമിൻ്റെ ടൈമിൽ തന്നെ 10:15 എക്സാം തുടങ്ങിയത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എനിക്ക് ബസ് മിസ്സായി. അപ്പം ഞാൻ 10 മണിക്കായിരിക്കും തുടങ്ങണത്. അപ്പം എനിക്ക് ½ ആൻ അവർ ട്രാവൽ ചെയ്യണം. അത് ബസ്സായതുകൊണ്ടാണ് സ്റ്റോപ്പിലേക്ക് നിർത്തുമല്ലോ, അങ്ങനെ ടൈം പോകും. അങ്ങനെ 9 കാലമായപ്പോൾ ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോഴേക്കും എല്ലാവരും ലാബിൻ്റെ വാതിക്ക് കോട്ടും ഇട്ടണ്ട് ഇങ്ങനെ നിൽക്കണം. ആൻഡ് അപ്പം തന്നെ ഞാൻ ഓടി കയറി ചെന്നപ്പോഴേക്കും എൻ്റെ പേര് വിളിക്കണം. ഞാൻ കോട്ട് ബാഗിൽ നിന്ന് എടുത്ത് മറിച്ചിട്ട് അത് തിരിച്ച് വീണ്ടും ഇട്ട് എങ്ങനെയൊക്കെ കയറി ചെന്ന്. ആൻഡ് ഫസ്റ്റത്തെ 5 മിനിറ്റ് നമുക്ക് ടൈട്രേഷൻ്റെ പ്രിൻസിപ്പിളും പ്രൊസീജിയറും എഴുതണം. അത് എഴുതി കഴിഞ്ഞാൽ അതിന് 3 മാർക്കാണ്. അപ്പം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടും. എനിക്ക് 2.5 മാർക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ അപ്പുറത്തുള്ള വെച്ച് നോക്കി. ലൈക്ക് അൽഫിദ ഞാൻ റോൾ നമ്പർ 3 ആണെങ്കിൽ എൻ്റെ അപ്പുറത്ത് റോൾ നമ്പർ 4 ഉണ്ടായി. അപ്പോൾ അൽഫിദനെ നോക്കിയപ്പോൾ പറഞ്ഞ് അവൾക്ക് 2.5 തന്നെ കിട്ടിയേക്കണത്. അപ്പോൾ അച്ചിരി പിടിച്ചിട്ടേക്കണായിരിക്കും, കുഴപ്പമില്ല. അതിനുശേഷം ടൈട്രേഷൻ ചെയ്ത് തുടങ്ങിക്കോന്ന് പറഞ്ഞ് നമ്മൾ അപ്പാരറ്റസ് എല്ലാം കഴുകി. അതിനുശേഷം എനിക്ക് സോഡിയം ഹൈഡ്രോക്സൈഡും HCl-ഉമാണ് കിട്ടിയത്. അതായത് എസ്റ്റിമേറ്റ് മാസം സോഡിയം ഹൈഡ്രോക്സൈഡ് യൂസിങ് HCl. എന്നിട്ട് ഞാനത് സോഡിയം ഹൈഡ്രോക്സൈഡ് മേക്കപ്പ് ചെയ്ത് പിപ്പറ്റ് ചെയ്യണതിന് മുമ്പ് റിൻസ് ചെയ്ത്, അതായത് ഞാൻ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ട് റിൻസ് ചെയ്തിട്ട് പിപ്പറ്റ് ചെയ്ത് ആദ്യം കോണിക്കൽ ഫ്ലാസ്കിലോട്ട് മാറ്റി. അതിന് ശേഷമാണ് ഞാൻ ബ്യൂററ്റിൽ HCl ഫില്ല് ചെയ്ത് അങ്ങനെ എല്ലാം ചെയ്ത് സെറ്റാക്കി. അപ്പം നമ്മൾ ആദ്യം ആദ്യം കൺകോർഡൻ്റ് വാല്യൂ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം പെട്ടി വരണം. അപ്പം എനിക്ക് കൺകോർഡൻ്റ് വാല്യൂ 17.9 17.18 ആ ഒരു വാല്യൂ ആണ് കിട്ടിയത്. അപ്പം ഞാൻ എൻ്റെ മൈൻഡിൽ കൺകോർഡൻ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാല്യൂ കിട്ടി. രണ്ടാമത്തെ വാല്യൂ കൂടി പ്ലസ് ചെയ്തിട്ട് നമ്മൾ മീൻ കണ്ടുപിടിക്കില്ല, അതാണ് കൺകോർഡൻ്റ് വാല്യൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാനിങ്ങനെ 17.9 18 2 കോളത്തിലും വരച്ച് വെച്ച്. അപ്പോൾ തന്നെ മിസ് എന്താണ് കൺകോർഡൻ്റ് വാല്യൂ? ഞാൻ പറഞ്ഞു ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു വാല്യൂ. അപ്പം അതായത് ഇപ്പം നമുക്ക് ആദ്യം 17.9 കിട്ടണം വിചാരിക്കും. അപ്പം നമുക്ക് അടുത്ത വാല്യൂ 18 ആയി കിട്ടണത്. അപ്പം നമ്മൾ ഒന്നുകൂടെ ചെയ്ത് നോക്കണം. 17.9 ആണോ അല്ലെങ്കിൽ 18 നമുക്ക് കളർലെസ് ആണ്. എന്നിട്ട് മിസ് പറഞ്ഞ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ ആക്കാൻ പറഞ്ഞു. ഞാൻ 18 ചൂസ് ചെയ്തു. പൊക്കത്തത് വെട്ടി 18 ആക്കി. എല്ലാം കൺകോർഡൻ്റ് വാല്യൂ 18 തന്നെ ആക്കി. അങ്ങനെ കൺകോർഡൻ്റ് വാല്യൂ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് നമ്മൾ ടേബിൾ വരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെയ്യണം, കാൽക്കുലേഷൻസ് ചെയ്ത്. ആ കാൽക്കുലേഷൻസിന് നമ്മൾ യൂണിറ്റ് ഇടാൻ മറക്കരുത്.
അതിനൊക്കെ മാർക്കുണ്ട്. യൂണിറ്റ് ഇടാൻ മാർക്കുണ്ട്, റിസൾട്ട് ഇടാൻ പെട്ടി വരക്കണം, അതിന് 2 മാർക്കുണ്ട്. അങ്ങനെ കുറച്ച് മാർക്ക് 15 മാർക്ക് ആ ടൈട്രേഷൻ്റെ ടൈട്രേഷനും ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം നമുക്ക് സോൾട്ട് അനാലിസിസ് ആണ്. അപ്പോൾ സോൾട്ട് അനാലിസിസ് ഞാൻ വെച്ച് ക്രിസ്റ്റൽ ലൈക്ക് സ്ട്രക്ചർ, അതായത് പഞ്ചസാര പൊലിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്താൽ ഓക്കെ, ആദ്യം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ എന്താണ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ കാർബണേറ്റ് ഒന്നും പിന്നെ എനിക്ക് വന്നില്ല, ലൈക്ക് ബബിൾസ് വന്നില്ല. രണ്ടാമത്തതിന് അസിറ്റേറ്റ് ഞാൻ കുറേ നോക്കിയിട്ടും വന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി അസിറ്റേറ്റ് അല്ലെന്ന്. അസിറ്റേറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഇച്ചിരിയെങ്കിലും ഉണ്ടാകും ഒരു ആസിറ്റിക് ആസിഡ് ഉണ്ടാകും. പിന്നെ നമ്മൾ ക്ലോറൈഡിൻ്റെ ചെയ്ത് നോക്കി, അല്ല. പിന്നെ പേപ്പർ ബോൾ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി, പക്ഷെ ആയില്ല. അതിന് ശേഷം ഏറ്റവും അവസാനം സൾഫേറ്റിൽ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയപ്പോൾ തന്നെ ഉറപ്പിച്ച് സൾഫേറ്റ്, പകുതി ആശ്വാസം. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് കാറ്റയോൺ പെട്ടെന്ന് ഇട്ടാനാണെങ്കിൽ ഇപ്പം ആഷ് ടെസ്റ്റ് 3 ഗ്രൂപ്പിന് ആഷ് ടെസ്റ്റ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒരു കളർ വന്നാൽ നോക്കിയാൽ അതാകാം, അല്ലെങ്കിൽ നമുക്ക് ഇത് 3 അല്ലാത്ത ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി. ടൈം കൺസ്യൂം ചെയ്യാനാണ്. ഞാൻ അതിന് ചെയ്തപ്പോൾ എനിക്ക് ആഷിനൊരു കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആഷ് ടെസ്റ്റ് ചെയ്യണം, ഒരു ഗ്രൂപ്പും അല്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എന്നാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് മറ്റേന്ന് തുടങ്ങാം. എന്നിട്ട് സോഡിയം കാർബണേറ്റ് ഇട്ടപ്പോഴേക്കും പ്രസിപ്പിറ്റേറ്റ് വന്നില്ല. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് വരാത്തപ്പോൾ എന്താണ് 0 ഗ്രൂപ്പാണ്. എന്നിട്ട് നേരെ ചെന്ന് നെസ്ലെസ് റിയേജൻറ്റ് ഇട്ടിട്ട് എന്തായാലും റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ചെന്നിട്ട് വന്ന് അപ്പോൾ ഓക്കെ അമോണിയം സൾഫേറ്റ് റിപ്പോർട്ട് ചെയ്ത് എഴുതി. ഇപ്രാവശ്യം എന്തോ ധൃതി പിടിച്ചൊന്നും എഴുതിയില്ല, സാവധാനം പതുക്കെ വൃത്തിക്ക് എഴുതി. എന്നിട്ട് മിസ് പറഞ്ഞ് തിരിച്ചു കൊടുത്ത് മിസ് പറഞ്ഞ് ഇനി പേപ്പർ തിരിച്ചു തരൂല, എല്ലാം എഴുതിയിട്ടുണ്ടാ, ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോന്ന്. ഇത്രയാണ് നടന്നത്. പിന്നെ ഞാൻ ഫ്രണ്ട്സിനോട് വെച്ചപ്പോഴേക്ക് ഈ 3 മാർക്കിനകത്ത് 2.5 മാർക്ക് അത് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു വേറെ ഫ്രണ്ട് ഉണ്ട്, നേഹ എന്ന് പറഞ്ഞിട്ട്, അവൾക്ക് 3 കിട്ടി. അപ്പോൾ അവൾ പറഞ്ഞ് എഴുതിയതിന് ശേഷം എന്നാണ് അടിയിൽ ഇപ്പോൾ ബ്യൂററ്റിൽ ഇന്നത് എന്നാണ്, പിപ്പറ്റിൽ ഇന്നത്, ഇൻഡിക്കേറ്റർ ഇന്നത്, അങ്ങനെ എഴുതണം എന്ന് അങ്ങനെ എഴുതി അവൾ. അപ്പം അതുകൊണ്ടായിരിക്കാം 3 മാർക്ക്. ഇച്ചിരി വൃത്തിയിലൊക്കെ എഴുതിയാൽ മതി. എന്തായാലും ബാക്കി എല്ലാവർക്കും 2, 2.5 ആ ഒരു റേഞ്ചിൽ. ഇവർക്ക് മാത്രം ഞാൻ എൻ്റെ അറിവിൽ 3 മാർക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ ചിലപ്പോൾ 3-ന് 3 കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം എനിക്ക് വൈവ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നമ്മൾ കണ്ടുപിടിച്ച് എനിക്ക് സൾഫേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റാണ് ചോദിച്ചത്. അങ്ങനെ നമ്മൾ ചെയ്ത സംഭവം വെച്ച് തന്നെ ആയിരിക്കും ചോദിക്കണത്, അല്ലാണ്ട് വേറെ ഇപ്പം നമുക്ക് കിട്ടിയ സൾഫേറ്റ് പക്ഷേ അസിഡിറ്റിൻ്റെ കൺഫർമേറ്ററി പറയാൻ അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. കിട്ടിയത് എന്താണോ അതേ ചോദിക്കത്തുള്ളൂ. ആൻഡ് ദിസ് ഈസ് മൈ എക്സ്പീരിയൻസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ബൈ ബൈ.